നിലമ്പൂർ ഓടയ്ക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടർ ഉയർത്തിയതോടെ കുതിരപ്പുഴയെ ആശ്രയിച്ച് കൃഷി ഇറക്കിയ കർഷകർ പ്രതിസന്ധിയിലായി. പുഴയിൽ ജലവിതാനം താഴ്ന്നതോടെ കൃഷി ഉണങ്ങി നശിക്കാൻ തുടങ്ങിയത് കർഷകരെ ആശങ്കയിലാഴ്ത്തുകയാണ്. നിലമ്പൂരിലെ പ്രധാന കാർഷിക മേഖലയായ തൃക്കൈക്കുത്ത്, വള്ളിക്കെട്ട്, കുളക്കണ്ടം പ്രദേശങ്ങളിലെ 400-ലേറെ കർഷകരാണ് കുതിരപ്പുഴയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. കാർഷിക മേഖലയിൽ ജലലഭ്യത ഉറപ്പുവരുത്താനാണ് കർഷകരുടെ നിരന്തര ആവശ്യങ്ങൾക്കൊടുവിൽ വർഷങ്ങൾക്ക് മുൻപ് ഓടായിക്കലിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചത്. അതിനാൽ തന്നെ വർഷങ്ങളായി കുതിരപ്പുഴയിൽ ജലക്ഷാമം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ അശാസ്ത്രീയമായി ഷട്ടർ ഉയർത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കർഷകർ പറയുന്നു. വെള്ളമില്ലാത്തതിനാൽ വാഴ, തെങ്ങ് തുടങ്ങി വിവിധ കൃഷികൾ കരിഞ്ഞുണങ്ങാൻ തുടങ്ങിയെന്ന് കർഷകർ പറഞ്ഞു. ഇതിൻ്റെ ആശ്രയിച്ചാണ് ഈ വീടുകളിൽ ഇവിടെ ഉള്ള കിണറുകളും എല്ലാം നിൽക്കുന്നത്. ഈ വെള്ളം ഇവിടെ തുറന്നു കഴിഞ്ഞാൽ കിണറ്റുകളിലൊന്നും വെള്ളം കിട്ടുകയില്ല. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതുവരെയും കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു 3 ദിവസമായിട്ട് വെള്ളം തീരെ അവർ തുറന്നു വിട്ടിരിക്കുകയാണ്. അതിനുള്ള പരിഹാര നടപടികളും അതൊക്കെ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇവിടെ കടന്ന കർഷകരാകെ ബുദ്ധിമുട്ട്. ഇതിപ്പോൾ ജനുവരി ഫെബ്രുവരി മാസമായിട്ടേ ഉള്ളൂ. ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഇവിടെ വരൾച്ചയുടെ ആ തോത് കൂടിക്കൊണ്ടിരിക്കുക. ഇനി 3 മാസം കൊണ്ട് ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും നശിച്ചു പോകും. കർഷകർ കൃഷിവകുപ്പ് ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും സർക്കാർ വരൾച്ചാ മേഖലയായി പ്രഖ്യാപിച്ച ശേഷം നടപടിയെടുക്കാമെന്ന സമീപനമാണ് ഉണ്ടായതെന്ന് കർഷകർ പറയുന്നു. ഒരു ഭാഗത്തു നിന്നുണ്ടാകുന്ന വന്യമൃഗങ്ങളുടെ ഭീഷണിക്ക് പുറമെ അധികൃതരുടെ നിലപാടുകളും കർഷകരെ കൃഷിയിൽ നിന്ന് അകറ്റുകയാണ്. അമൃത ന്യൂസ്, മലപ്പുറം.